ഉമ്മയും വാപ്പയും അവിടുന്ന് നരകത്തിലാണെന്ന് പ്രസംഗിക്കുന്നു. വരട്ടെ. എന്റെ വാപ്പ റസൂലുള്ളാഹിന്റെ അമ്മ ഒക്കെ ഉന്നത കുടുംബത്തിലാ, പക്ഷെ എന്താ പറഞ്ഞ ടീമൊക്കെ നരകത്തിലാ. വാപ്പ റസൂലുള്ളാഹിന്റെ അമ്മ ഒക്കെ ഉന്നത കുടുംബത്തിലാ, പക്ഷെ എന്താ പറഞ്ഞ ടീമൊക്കെ നരകത്തിലാ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയും വാപ്പയും നരകത്തിലാണെന്ന വാദം ആരാടോ പറഞ്ഞത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞോ? അല്ലെങ്കിൽ റിദ്വാൻ പറഞ്ഞോ? അല്ലെങ്കിൽ മാലിക് പറഞ്ഞോ? ആരാ പറഞ്ഞത്? സ്വർഗത്തിലില്ലെന്ന് സ്വർഗത്തെ കാക്കുന്ന മലക്ക് പറഞ്ഞോ? നരകത്തിലുണ്ടെന്ന് നരകത്തെ കാക്കുന്ന മലക്ക് പറഞ്ഞോ? ആരാണ് നിങ്ങൾക്ക് വഹി ഇറക്കിയത്? തർജൂ ഉമ്മതഹു വതൈഅസു ഉമ്മഹു ഹശാഹു വഹുവ ബിർരിഹാ യുസീനാ. അല്ലയോ നബി തങ്ങളുടെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കുമെതിരെ ആരോപണം പറയുന്നവരെ, എന്തിനാണ് ഈ ചങ്ങാതിമാരാ വിഷയം എടുക്കാൻ തന്നെ പോകുന്നത്? നബി തങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ലേ? ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾ ആലോചിച്ചോളൂ. എന്റെയോ നിങ്ങളുടെയോ ഉമ്മയോ വാപ്പയോ എന്തെങ്കിലും വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ അത് വല്ലാതെ നമ്മളെ ബാധിക്കൂലേ? ഒരു രോഗം പറ്റിപ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാധിക്കൂലേ? പിന്നെയുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയും വാപ്പയും കുറിച്ച് അടിസ്ഥാനമില്ലാതെ നരകത്തിലാണെന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ തർജൂ ഉമ്മതഹു വതൈഅസു ഉമ്മഹു, നിങ്ങളാ നബിയുടെ സമുദായമാണെന്ന് വാദിച്ചിട്ട് ഖൈറ ഉമ്മത്തിൻ ഖുർജത്തു ലിന്നാസ്, ആ നബിയുടെ ഏറ്റവും അനുയായികൾ എന്ന നിലയ്ക്ക് ലോകത്തെ ഏറ്റവും നല്ല തലമുറയാണ് നിങ്ങൾ വാദിക്കുന്നു. എന്നാൽ വതൈഅസു ഉമ്മഹു, എന്നിട്ട് അവിടുത്തെ പൊന്നാര ഉമ്മാനെ നിങ്ങൾ നിരാശപ്പെടുത്തുന്നു. ഹാശാ വകല്ലാ, വല്ലാത്ത അത്ഭുതം തന്നെ. വഹുവ ബിബിർരിഹാ യൂസീനാ, ആ ഉമ്മാക്ക് വസിയ്യത്ത് ചെയ്യാനല്ലേ ഏറ്റവും കൂടുതൽ ഖൈർ ചെയ്യേണ്ടത് ആർക്കാണ്? നിന്റെ ഉമ്മാക്കാണ്. പിന്നെയും ആർക്കാണ്? ഉമ്മയ്ക്കാണ്. പിന്നെയും ഉമ്മയ്ക്കാണ് എന്ന് 3 തവണ ആവർത്തിപ്പിച്ച് പറഞ്ഞ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയെ നിരാശപ്പെടുത്തുമോ? എന്നാൽ മാത്രമല്ല, ലോകത്തെ ഏറ്റവും മഹത്വമുള്ള സ്ഥലം നബി തങ്ങൾ കിടക്കുന്ന സ്ഥലമാണ്. ലാകിൻ ബിബത്നികി കൗവനത് തക്വീനാ ഖുലിഖതി ആമിനതൻ വളഅതി അമീനാ. അല്ലാഹു തആല ആമിനയായി പടച്ച ഉമ്മ, വളഅതി അമീനാ, അല്ലമീനായ നബിയെ പ്രസവിച്ചില്ലേ? ആ പ്രസവിക്കപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരങ്ങൾ ഓരോന്നും അവിടുന്ന് രൂപപ്പെട്ട പ്രിയപ്പെട്ട റസൂലുള്ളാഹിന്റെ എല്ലും ശരീരവും രക്തവും ഒക്കെ രൂപപ്പെട്ട് ആ പള്ള നരകത്തിലാണെന്ന് പറയാൻ ഈമാനുള്ളവർക്ക് കഴിയുമോ? അവിടുത്തെ കുപ്പായം ധരിപ്പിച്ച് ഫാത്തിമ ബിന്ത് അസദിനെ ജന്നത്തുൽ ബഖീഇലെ ഖബറിലേക്ക് കടത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഉമ്മ അഥവാ എന്റെ മൂത്തുമ്മാക്ക് എന്റെ കുപ്പായം ധരിപ്പിച്ചു കൊടുത്തതെന്തിനാ? എന്റെ ശരീരം തട്ടിയ കുപ്പായം അവിടുന്ന് നരകം തൊടൂല. അന്തി ഉമ്മി ബഅദ ഉമ്മി യാ ഫാത്തിമ, ഫാത്തിമ ബിന്ത് അസദിന് കുപ്പായം ധരിപ്പിച്ച് ആദരവ് കൊടുത്ത മുത്തുമേനിയുടെ മുത്തുമാതാവ് നരകത്തിലാണെന്ന് പറയാൻ ഈമാനുള്ളവർക്ക് കഴിയുമോ? അതുകൊണ്ട് ഇവിടെ വീടാന്തരം നടന്നിട്ട് സീഡി തന്നിട്ട് മതം മാറ്റാൻ വരുന്ന ഈ അപ്പോസ്തലന്മാരുടെ ആദർശം ഇവിടെ ഈമാനുള്ള സമുദായത്തിന് ആവശ്യമില്ല. എവിടുന്ന് അല്ലാഹുവിന്റെ റസൂലിനെ പ്രേമിക്കുന്ന മുസ്ലിമീങ്ങൾ